40 വർഷങ്ങൾക്ക് ശേഷവും പഴയകാലത്തെ സൗഹൃദങ്ങളെ ഇനിയും തിളക്കം കെടാതെ കൊണ്ടുനടക്കുമെന്ന് അവർ ശപഥം ചെയ്തു. നമസ്കാരം, ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹാം. 1980 മുതൽ 83 വരെ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളുടെ മലവെള്ളപ്പാച്ചിലായി സംഗമം മാറി. കെട്ടിപ്പിടിച്ചും കൈകൊടുത്തും അഭിവാദ്യം ചെയ്തും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കണ്ണീർ പൊഴിച്ചും സംഗമം ചരിത്രമായി. അപൂർവമായ തലമുറകളുടെ സംഗമത്തിന് സാക്ഷിയായ കൃതജ്ഞതയിൽ എളയൂരും. പഴയ സൗഹൃദങ്ങൾ വീണ്ടും ഒത്തുചേർന്നപ്പോൾ അവരെ വാട്സപ്പ് വഴി കണ്ടെത്താൻ അഹോരാത്രം പരിശ്രമിച്ച അധ്യാപകരായ ജയരാജ്, ശശികുമാർ എന്നിവർക്കും മനസ്സ് നിറഞ്ഞ നിർവൃതി. സംഗമം തീരുമാനിച്ചതു മുതൽ പഴയ സൗഹൃദങ്ങളെ നിരന്തരം കോണ്ടാക്ട് ചെയ്ത് പരിപാടി വിജയിപ്പിക്കുന്നതിന് ഓടിപ്പാഞ്ഞു നടന്ന മനോജ് മാഷിന്റെ മുഖത്തും നിറപുഞ്ചിരി. പഴയ സഹപാഠികളെ പേര് വിളിച്ചും അവരോട് കുശലം ചോദിച്ചും പരിപാടിയിലുടനീളം രാജശ്രീ ടീച്ചർ ഒരു പ്രൊഫഷണൽ ആങ്കറുടെ മികവോടെ തിളങ്ങി നിന്നു.
മുത്തേടത്ത് പറമ്പ് എന്ന ചെറിയ അഡ്രസ്സിൽ അറിയപ്പെട്ടിരുന്ന പഴയ കാവനൂരിൽ അന്ന് ഏറെ പ്രയാസപ്പെട്ട് പഠിച്ചു ജീവിതത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട പ്രിയ വിദ്യാർത്ഥികളെ ഓർക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്ന് വേദിയിൽ ആദരിക്കപ്പെട്ട അധ്യാപകർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. അധ്യാപകരുടെ സംസാരം തുടരാം. പിന്നെ നമ്മൾ മാത്രമല്ല, ടീച്ചേഴ്സിനും ഇതൊരു ഗെറ്റുഗതറാണ്. കാരണം അവരും ശശി മാഷ് അതുപോലെ റഹിമാഷൊക്കെ പോയിട്ട് തമ്മിൽ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും പറയുന്നതും എല്ലാവർക്കും കേൾക്കാൻ വളരെ ആഗ്രഹം ടീച്ചേഴ്സിന്. അവർക്കും താല്പര്യമാണ്. എല്ലാവർക്കും സമയപരിമിതി ഉണ്ട്. അപ്പൊ എല്ലാവരും അത്യാവശ്യമാകുമ്പോൾ നമുക്ക് സാറിന് റഹീം സാറിന് അത്യാവശ്യം എപ്പോഴാണ് പറഞ്ഞാൽ മതി. അതുവരെ തുടരാം ഈ പ്രവർത്തനം. നമ്മളുടെ ആശംസകൾ അറിയിക്കുന്നത് ടീച്ചേഴ്സിന്. വിദ്യാഭ്യാസം തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന മഹത് കർമ്മം നിർവഹിച്ചവർ എന്ന നിലക്ക് കഴിഞ്ഞ ഒരുപാട് സംവത്സരങ്ങൾ സന്തോഷത്തിന്റേതാണെന്ന് അവർ സദസ്സിനെ ഓർമ്മിപ്പിച്ചു. പ്രോഗ്രാം കമ്മിറ്റി മെമ്പർമാരായ പി ശശികുമാർ, കെ ജെ ജയരാജ്, സി എൻ രാജശ്രീ, മനോജ് ഇ ടി കാവനൂർ, വീരാൻകുട്ടി എം ചെങ്ങര, അലി ബാപ്പു പി ഇളയൂർ, അനിത പി കാവനൂർ, ഹൈദ്രു എ പി ചെങ്ങര, അപ്പുക്കുട്ടൻ ഇളയൂർ, അറമുഖൻ ഇരുവേറ്റി, അയ്യപ്പൻ പൂളക്കൽ ഇരുവേറ്റി, കുഞ്ഞിക്കുട്ടൻ ഇരുവേറ്റി, കുഞ്ഞിമൊയ്തീൻ എം ആമയൂർ, അബ്ദുൽ ലത്തീഫ് കെ കാരാപ്പറമ്പ്, മണികണ്ഠൻ പി കാവനൂർ, നാരായണൻ പി കാവനൂർ, രാമകൃഷ്ണൻ ഒ ചെങ്ങര, റംല പി പി ചെങ്ങര, ശശീന്ദ്രൻ ചെങ്ങര, സതീഷ് എം കാവനൂർ, ശോഭന കെ കാവനൂർ, നാരായണൻ പി കെ ഇരുവേറ്റി, ചിന്നമ്മു കെ കാവനൂർ, അയ്യപ്പൻ പടുപ്പിങ്ങൽ ഇളയൂർ, സുന്ദരൻ പി ഇളയൂർ, സൈതലവി ഇളയൂർ എന്നിവർ നേതൃത്വം നൽകി. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ, പരസ്പരം പരിചയപ്പെടൽ പരിപാടിയും ചങ്ങാതിക്കൂട്ടത്തിലെ അംഗമായ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഓർക്കസ്ട്രയും അരങ്ങേറി. സിത്താർ വായിച്ചത് ശശീന്ദ്രൻ, തബല പ്രകാശൻ, കീബോർഡ് ബാബു, ഹാർമോണിയം പുഷ്പരാജ്, പാടിയത് പ്രേമ, പുഷ്പ, നീതു എന്നിവരായിരുന്നു. ചെറിയ മോൾക്ക് ജോലിയില്ല, എല്ലാവർക്കും ജോലിയുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് കച്ചവടം. എൻ്റെ പേര് ഞാൻ 10 ഭർത്താവ് മരിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ രണ്ടാളും മഞ്ചേരി ബിസിനസ്സാണ്. ഞാൻ യശോദ, പത്തിക്കുട്ടി, ഒരു മക്കളുണ്ട്. രണ്ടാളും വലിയ മോൻ എഞ്ചിനീയറാണ്, രണ്ടാമത്തെ മോൻ ഡോക്ടറാണ്, ചെറിയ മോൻ കടലിനപ്പുറത്തിൽ ചേർന്ന് പഴയ കാലത്തെ സ്കൂൾ കുട്ടികളായി ഔദ്യോഗിക ജോലികളിൽ നിന്നും റിട്ടയർ ചെയ്യാനിരിക്കുന്ന പലരും പരസ്പരം കണ്ടപ്പോൾ കാലത്തിന്റെ യവനികയിലേക്ക് ഓടിപ്പോയ വർഷങ്ങൾ ഓർത്തെടുത്തവർ പരസ്പരം മന്ദഹസിച്ചു. അരീക്കോടിനെയും മഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന അതീവ ദുർഘടമായ റോഡല്ലാത്ത യാതൊരു ഗതാഗത സംവിധാനവുമില്ലാത്ത കാലത്തും ദീർഘദിക്കിൽ നിന്നുപോലും ഏറെ പ്രയാസം സഹിച്ച് പഠനത്തിന്റെ മധു നുകരാൻ നടന്നുവന്ന പഴയ സഹപാഠികൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഓർമ്മകൾ തീർത്ത ചിന്താഭാരത്താൽ കുറെ നേരം നിശബ്ദരായി നിന്നു. പിന്നെ പിന്നെ കുശലാന്വേഷണമായി. ദൂരെ ദിക്കിൽ നിന്ന് വന്നവർക്കൊക്കെ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പിൻവാങ്ങേണ്ടി വന്നു. ഓർമ്മകളുടെ തീരത്ത് ഒത്തുചേർന്നവർ പങ്കുവെക്കലിന്റെ ഊഷ്മളമായ അനുഭവങ്ങളോടെ മനസ്സ് ഇവിടെ തന്നെയാണെന്ന് ആവർത്തിച്ചുരുവിട്ട് എല്ലാ വർഷവും ഇതേപോലെ തന്നെ സംഗമം തുടരാനും തീരുമാനിച്ച് വാഹനങ്ങളിലേറുന്നത് ഇഷ്ടത്തോടെയല്ല എന്നതിന് കണ്ടുനിന്നവരെല്ലാം സാക്ഷി. കാലം തെറ്റി പെയ്ത പ്രളയമഴയിൽ ഓർമ്മകളുടെ വേലിയേറ്റത്തെ ഉള്ളിൽ നിറച്ച് 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പഴയ കൂട്ടുകാർ കലാലയമുറ്റത്ത് വീണ്ടും ഒത്തുകൂടി. കാലവും കലാലയവും ഒരുപാട് മാറിയെങ്കിലും വർഷങ്ങളോളം ഉള്ളിൽ പേറിയ സൗഹൃദത്തെ തേച്ചുമിനുക്കി സൗഹൃദ സംഭാഷണം നടത്തി അവർ ഒത്തുചേരൽ ഗംഭീരമാക്കി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ അതേ കലാലയത്തിൽ ഓർമ്മകളുടെ വേലിയേറ്റത്തെ പേറി എന്നും നടന്നു പോവാറുള്ള ഇടനാഴികൾ നടന്നു നീങ്ങിയപ്പോൾ ഉള്ളിൽ ഗൃഹാതുരതയുടെ തീരാമഴ, ഉള്ളിൽ നനവ് പേറി വന്ന കുട്ടിക്കാല സൗഹൃദങ്ങളുടെ ഉള്ളിലെ മഴമേഘം പ്രകൃതി കൂടി ഏറ്റെടുത്തതോടെ പഴയ സ്കൂൾ കലാലയം കന്നിമാസത്തിൽ അപൂർവമായി മാത്രം പെയ്യുന്ന പ്രളയസമാനമായ കാലവർഷത്തെ എതിരേറ്റു. ആ മഴയിൽ ഓർമ്മകൾ അനർഗളമായി അങ്ങനെ പാറി നടന്നു. പരിപാടി മുഴുവൻ വീഡിയോയിൽ പകർത്താൻ ഏറനാടൻ നാട്ടുവാർത്ത ഒരുക്കിയ സ്പെഷ്യൽ യൂട്യൂബ് ചാനൽ കണ്ടവർ ആ ഗൃഹാതുരതയുടെ മഴയെ ഉള്ളിൽ ഏറ്റുപിടിച്ചു.
പുറത്ത് മഴയുടെ ഇരമ്പൽ തീർത്ത സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ 2022 ഒക്ടോബർ 16 ഉച്ചയ്ക്കു ശേഷം സ്കൂൾ അങ്കണത്ത് കൂടെ പഠിച്ച സഹപാഠിയും സംഗീതപ്രേമിയുമായ ചങ്ങാതിക്കൂട്ടത്തിലെ അംഗം ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഓർക്കസ്ട്രയും അരങ്ങേറി. സിത്താർ വായിച്ചത് ശശീന്ദ്രൻ, തബല പ്രകാശൻ, കീബോർഡ് ബാബു, ഹാർമോണിയം പുഷ്പരാജ്, പാടിയത് പ്രേമ, പുഷ്പ, നീതു തുടങ്ങിയവർ സംഗീത വിരുന്നു കൂടി ആയപ്പോൾ സംഗമം നിത്യഹരിത ഓർമ്മയാക്കി അവർ പിരിഞ്ഞു. സ്വാഗത സംഘം കൺവീനർ ശശികുമാർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച കൂട്ടായ്മയിലെ ഓരോ മെമ്പർമാരും പരിപാടി വൻ വിജയമായതിന്റെ ആത്മസായുജ്യത്താൽ കൈകൊടുത്തു പിരിഞ്ഞു. ദൂരെ ദിക്കിൽ നിന്ന് വന്നവർക്കൊക്കെ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പിൻവാങ്ങേണ്ടി വന്നു. ഓർമ്മകളുടെ തീരത്ത് ഒത്തുചേർന്നവർ പങ്കുവെക്കലിന്റെ ഊഷ്മളമായ അനുഭവങ്ങളോടെ മനസ്സ് ഇവിടെ തന്നെയാണെന്ന് ആവർത്തിച്ചുരുവിട്ട് എല്ലാ വർഷവും ഇതേപോലെ തന്നെ സംഗമം തുടരാനും തീരുമാനിച്ച് വാഹനങ്ങളിലേറുന്നത് ഇഷ്ടത്തോടെയല്ല എന്നതിന് കണ്ടുനിന്നവരെല്ലാം സാക്ഷി. കാലം തെറ്റി പെയ്ത പ്രളയമഴയിൽ ഓർമ്മകളുടെ വേലിയേറ്റത്തെ ഉള്ളിൽ നിറച്ച് 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പഴയ കൂട്ടുകാർ കലാലയമുറ്റത്ത് വീണ്ടും ഒത്തുകൂടി. എല്ലാവരും ഹാളിലോട്ട് കയറിയിരിക്കട്ടോ. നമ്മൾ ഇനിയും വൈകിയാല് നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് എല്ലാവരും ഹാളിലോട്ട് കയറിയിരിക്കുക. അവസ്ഥയനുസരിച്ച് നമുക്ക് ബെഞ്ച് ചേർത്തിടാം. മനസ്സ് നിറഞ്ഞ നിർവൃതിയിൽ പഴയ സഹപാഠികളെ ഓർത്തെടുത്തും അധ്യാപകരോട് കുശലം ചോദിച്ചും പരിപാടിയിൽ ഉടനീളം ഒരു പ്രൊഫഷണൽ ആങ്കറുടെ മികവോടെ തിളങ്ങി നിന്ന രാജശ്രീ ടീച്ചറും വീരാൻകുട്ടിയും അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വളരെ ഹൃദ്യസ്ഥരായി ഓരോ അധ്യാപകരുടെ സ്വഭാവവിശേഷണങ്ങളും മഹിമകളും പറഞ്ഞ് പ്രോഗ്രാം കൺവീനർ ശശികുമാർ സ്വാഗത ഭാഷണം നടത്തി. നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന്റെ നെടുന്തൂണായ വീരാൻകുട്ടിയെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഗുരുക്കളായ വേണു മാസ്റ്റർ പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ 2 വർഷം ഇടയിൽ നിർത്തി പിന്നെയാണ് ക്ലാസ്സിൽ വന്ന് ചേരുന്നത്. അപ്പോ നമ്മുടെ ശശികുമാർ പറഞ്ഞതുപോലെ മിക്കവാറും നമ്മളെ കൂട്ടത്തിൽ സീനിയറായിരുന്നു. അപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഞാനെന്റെ വീട് വടക്കുമലയാണ്. അപ്പോ പത്രങ്ങളൊക്കെ കിട്ടാൻ പ്രയാസം. സ്റ്റുഡന്റ് യൂണിയൻ സമരം നിങ്ങൾക്ക് കേൾക്കും. അതിങ്ങനെ ഈ പദങ്ങളാണ്. എന്താണ് സമരം, എന്തിനാണ് സമരം, എന്താണ് പറയേണ്ടത്, എന്താണ് വിളിക്കേണ്ടത് എന്നൊക്കെ അറിയല് മിക്കവാറും എടയൂരിൽ അന്നുമില്ല. അവിടെയുള്ള ലൈബ്രറി അവിടെ ചെന്നാൽ ഏതാനും പത്രങ്ങളിൽ മാത്രമേ ഇത് കിട്ടും. നമ്മൾ ഓടി ചെല്ലുമ്പോ അവിടെ ആ പത്രം ആരെങ്കിലും വായിക്കുന്നുണ്ടാവും. അപ്പൊ പിന്നെ നേരെ വരിക നമ്മളെ വേടുമാറ്റെടുക്കുകയാണ്. സാറിനെ കൊണ്ടിട്ടാണ് ചെയ്യാം ഇന്നത്തെ സമരത്തെ കുറിച്ച് കാര്യങ്ങൾ എന്താണ് ചെയ്യുക ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് സാറിനെ കൊണ്ടിട്ട് വേടുമാറ്റത്ത് കൊണ്ടിട്ടാണ്. അപ്പോ ഈ വേടുമാറ്റം
ഞങ്ങളുടെ ഒരു അധ്യാപകൻ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാണ്. അപ്പോ സാറിന്റെ കാര്യം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ മേരി ടീച്ചർ എന്നെ സംബന്ധിച്ചിടത്തോളം 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത് വളരെ സൗമ്യമായിട്ട്. ഇപ്പോ 8ാം ക്ലാസ് കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് വന്നപ്പോ ടീച്ചർ അടുത്ത് വന്നപ്പോ സ്കൂളിലേക്ക് എന്നും വരാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥ ടീച്ചർ ആവുന്നത് സൗമ്യത കൊണ്ടാണ്. എന്നും ടീച്ചർ ഞാനൊക്കെ ബാഗിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങളൊക്കെ വരും, എന്നിട്ട് ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അതൊക്കെ ഞങ്ങൾ വളരെ വലിയൊരു സ്കൂളിലേക്ക് വരാനും തുടർന്ന് പഠിക്കാനും ഒക്കെ വളരെ പ്രധാന നൽകിയ ടീച്ചറാണ് മേരി ടീച്ചർ. പിന്നെ ശശിമാഷ് ഇത് പറയുമ്പോ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത്ര ചായന്റെ ഇപ്പോഴത്തെ എത്രയാണോ അതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ ശശിമാഷാണ്. കാരണം ഞാനൊക്കെ പറഞ്ഞില്ലേ, ഈ സ്കൂളിലേക്ക് വരും, പൊതുവെ കച്ചവടം വഴക്കൊന്നുമില്ല. അന്നത്തെ ടീച്ചർമാരെ കൊണ്ടിട്ട് ഞാനൊന്നും ഒരു വഴക്കുണ്ടാക്കി ഓഫീസിൽ കയറി വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും കുട്ടികൾ ഇതിന്റെ പേരിലെ കാര്യം അത് ശരിക്കണം, നമ്മുടെ ടീച്ചർമാർ പറഞ്ഞ് നമ്മൾ അനുസരിക്കണം എന്നുള്ള ഒരു ഉപദേശം ഞങ്ങൾ നൽകിയിട്ടുള്ളൂ. അപ്പൊ സാറ് അവിടെ 10ാം ക്ലാസ് ആയപ്പോ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇല്ലായിരുന്നു. അവസാന നിമിഷം ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് 1 or 2 ടീച്ചർമാർ വരും. അതൊന്നും നമ്മൾ ലിസ്റ്റ് ഇല്ല. ആ ടീച്ചർമാർ വന്നിട്ട് ഒറ്റ ഓട്ടാണ്. അപ്പൊ മാത്സ് ഒക്കെ പഠിക്കല് ക്ലാസ് എടുക്കല് അന്ന് കുറച്ച് കുറവായിരുന്നു. ആ 10ലാണ് 8ലെയും 9ലെയും 10ലെയും പാഠഭാഗങ്ങളിൽ സിലാമാശ വളരെ സൗമ്യനായിരുന്നു. നമ്മൾ ഭയങ്കര ദേഷ്യക്കാരനൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ക്ലാസ്സുകളൊന്നും ആ 3 വർഷം കഴിഞ്ഞു വരെ സലാമാശത്തിൽ ഒരു ദേഷ്യമൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ ആ സലാമാശ നമ്മളെ കൂടെ ഇല്ല. അത് നമുക്ക് വളരെ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ദിവാകര മാഷ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ 10 Bയിലെ ക്ലാസ് ടീച്ചർ. ആ സാറിനെ നമ്മൾ പരമാവധി കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമം നടത്തി. അവരൊക്കെ കൊല്ലം അല്ലെങ്കിൽ ആ ഭാഗത്തുള്ളവരായിരുന്നു. കൊല്ലം ജില്ല, കോട്ടയം ജില്ലയിൽ അവിടെയൊക്കെ ആയിരുന്നു അവർ അഡ്രസ് നമുക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗവൺമെന്റ് ഹൈസ്കൂളിൽ 80-83 SSLC ബാച്ചിലെ കുട്ടികളെ സംഘടിപ്പിച്ച ഈ ചങ്ങാതി കൂട്ടം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച സ്വാഗതം പറഞ്ഞ ശശിമാഷ്, അതുപോലെ കുട്ടികളുടെ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയവരും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയവരുമായ വേദിയിൽ ബഹുമാന്യരായ അധ്യാപകർ, സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരുപാട് വൈകി രാത്രിയാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. നിങ്ങളൊരു സംഭവം ടീച്ചർ ടീച്ചർ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ അതിനെ സംബന്ധിച്ചു. പക്ഷെ അലിബാബ് സാറിന്റെയും സംഘാടകരുടെയും നിർബന്ധത്തിന് വഴി ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ആദ്യമായി ഈ അവസരം തന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഈ പരിപാടി 40 വർഷത്തിന് ശേഷം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഈ സംഘാടകർക്കും വളരെയധികം എന്താ പറയാ അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു പരിപാടി തന്നെ നിങ്ങളിലുള്ള സൗഹൃദം പങ്കുവെക്കാനും അതുപോലെ ഈ ഗുരുശിഷ്യ ബന്ധം നിലനിർത്താനുമാണ് നിങ്ങളിപ്പോ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഞാൻ കോറിംഗ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇല്ലായ്മയിൽ നിന്ന് പിന്നെ ഉണ്ടായ സ്കൂളാണ് പലരും പല വേദിയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ആ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ച നിങ്ങൾക്കും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായിക്കാണും. അപ്പൊ ഇന്നത്തെ പോലെ സൗകര്യം ഇല്ലാതിരുന്നൊരു കാലത്താണ് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, തുല്യതയോ അതുപോലെ പിന്നെ സേവരീക്ഷയോ ഒന്നുമില്ല. അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളുകൾ പഠിച്ച് മുന്നോട്ട്
നല്ല വഴിയിൽ എത്തിയിട്ടുണ്ടാവും. അതുപോലെ പഠന പാതി വഴിയിൽ നിർത്തി ജീവിത വഴിയിലെ മറ്റ് കാര്യങ്ങൾ ഏർപ്പെട്ടവരുണ്ടാവും. എന്തായാലും നല്ല രീതിയിൽ എത്തിയ കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. കുറെ ആളുകളെ എനിക്ക് അറിയാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരെ സഹായിക്കാനും നിങ്ങൾ ഈ കൂട്ടായ്മക്ക് കഴിയട്ടെ. പിന്നെ ലളിതമായ പ്രസംഗത്തിന് അല്ല നിങ്ങളിപ്പോ വന്നിട്ടുള്ളത്. നമ്മളല്ലോ രാജശ്രീച്ചവരെ പറഞ്ഞതുപോലെ 50-50 ഇപ്പോ ആ 16ന്റെ ചുറുചുറുക്കിലായി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലിപ്പോ പിന്നെ ഇവിടുത്തെ പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസംഗം കേട്ടു പോകുന്നില്ല. ഈ ചങ്ങാതിക്കുട്ടം പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഭക്ഷണത്തിന് മുമ്പ് നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ പുതുക്കാൻ ഉള്ള അവസരം കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ റഹീം സാറിനെ ക്ഷണിക്കുകയാണ്. റഹീം സാറിനെ പെട്ടെന്ന് പോവാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സാറിനെ ആദ്യം ക്ഷണിക്കുന്നു. സാറിനെ പോകാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ കുട്ടികളെ, 40 വർഷമുള്ള പരിചയം ഒരു ഫോൺ നമ്പറോ മറ്റോ ഇല്ലാത്ത കാലത്ത് പഠിച്ച് ഗവൺമെന്റിൽ പോയി അതിനുശേഷം വീണ്ടും കോഴ്സ് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഭഗീത പ്രവർത്തനം നടത്തുകയും ചെയ്ത ഇതിൻ്റെ ഭാഗമായി ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, അതായത് 1966-68 വകുപ്പുകളിലായിരുന്നു. അന്ന് മലബാർ കോളേജ് വളരെ കുറവായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡുള്ള കുട്ടികളാണ് അവിടെ പഠിച്ചിരുന്നത്. ഇതേപോലെ കഴിഞ്ഞ വർഷം അവിടെ താമസിച്ചിരുന്ന വിദ്യാർത്ഥി നമുക്കത് കൂടുന്നവർക്ക് അവർ 2-3 പേര് പറവുകളിൽ പോയി ബന്ധപ്പെട്ട് ഫയലുകളും മറ്റും പേശുകൾ ശേഖരിച്ചു. ഈ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽ ശേഖരിച്ചു. 1-2 കുട്ടികളല്ലാത്ത മറ്റുള്ള എല്ലാ കുട്ടികളും അഡ്രസ്സും ശേഖരിച്ചു. അത് 3 വർഷത്തിനാണ് പറയുന്നത്. കൃഷി ചെയ്ത് പറവുകളിൽ താമസിക്കുന്ന കൃഷികന്മാർ ആണ് ഞാൻ വിജയിക്കുന്നത്. ഞങ്ങളുടെ ബാച്ചിൽ 84 കുട്ടികളുണ്ടായിരുന്നെങ്കിൽ 20 മരണപ്പെട്ടു. 53 പേരാണ് പുറപ്പെടുക സന്നിധരായി. അതിൽ തന്നെ അവശത കാരണം മക്കളെ കൂട്ടിയും പേരമക്കളെ കൂട്ടിയും കൊണ്ടുവന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സംഗമത്തോടുള്ള താല്പര്യം അതിലൊന്നതാണ്. അപ്പോ ഈ കാലത്ത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റും ഉള്ള ഏക മാർഗം ഇന്നത്തെ സംഗമങ്ങളാണ്. കാരണം മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ ഫോൺ വഴി നിർത്തിക്കൊള്ളും. പണ്ടത്തെ പോലെ ആവശ്യമുണ്ടെങ്കിൽ ആളെ തിരിഞ്ഞു പോവുകയോ വീട്ടിൽ പോയി ഡിഗ്രി ചെയ്യുന്ന പരിപാടിയില്ലാത്തതുകൊണ്ട് ആ തമ്മിൽ സുഹൃത്തുക്കൾക്ക് ബന്ധപ്പെടാൻ സൗകര്യമാണ്. പിന്നീട് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, ഞാൻ ഈ സ്കൂളിൽ വരുന്നതിന് മുമ്പായിട്ട് വീടിന് തൊട്ടടുത്തുള്ള ജോലി ചെയ്യുന്നു. PSC ഓർഡർ കിട്ടി വേണോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം ഒരു ആഗസ്റ്റ് 31 ജോയിൻ ചെയ്തു. ഞാൻ രാവിലെ വിരുന്നിനെ കൂട്ടി ഇവിടെ എത്തുന്ന ശേഷം 3:30 മണിക്കാണ്. അന്ന് നമ്മുടെ വേണമാർ സ്ഥലമാർക്ക് കാത്തിരിക്കാണ് എന്തായാലും തരുന്നത്. ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഹെഡ് മാസ്റ്റർ എത്തിച്ച മാഷായിരുന്നു. ഞാൻ പറഞ്ഞു, മാഷെ ജോയിൻ റിപ്പോർട്ട് ആയിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ എത്തിക്കോട് എന്താ മാഷങ്ങൾ പറഞ്ഞത്, ഞങ്ങളൊരു PSC അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യായിരുന്നു. ഒരു ദിവസം സർവീസ് ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് നാട്ടിലെ PSC ഒഴിവായി ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ കാലം കൊണ്ടാണ് ഞാൻ ലഭിച്ചത്. പിന്നീട് നിങ്ങൾ പറയുന്ന പോലെ അന്ന് യഥാർത്ഥത്തിൽ ആ ടീച്ചിങ്ങയുടെ പൂർണ്ണ രൂപം പുറത്തെടുക്കാൻ കഴിയാത്തതിൽ ഞാൻ നിങ്ങളോട് ഖേദിക്കുകയാണ്. നിങ്ങളുടെ മാറ്റിയിരിക്കുകയാണ്. കാരണം വളരെ നല്ല ഒരു വിഷയമെന്ന് കിട്ടിയിരുന്നത് പ്രത്യേകിച്ച് ലാബ് ഉപയോഗിക്കുന്നതിന് വളരെ അമാന്തമായിരുന്നു. കാരണം 1-2
സാധനങ്ങൾ ലേബിലെത്തുമ്പോൾ അത് ഉപയോഗിക്കുന്നതായിരുന്നു. പിന്നീട് ആ ലേബിനെ അവഗണിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ലേബ് പരീക്ഷണങ്ങൾ കാണിക്കുന്നതാണ് കൃത്യമായിട്ട് ഇപ്പോൾ നല്ലോണ്ട്. അത് നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാം. പിന്നീട് നിങ്ങൾ നൽകിയ സ്നേഹസംഗമത്തിന്, അതായത് വീട്ടിൽ വന്നോ 4-5 പേര് വിട്ടത് പിന്നെയും വീണ്ടും വിളിച്ച് ഓർമ്മിപ്പിച്ചു. അതിന് വളരെ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് സംഘപരിവാരം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തിന് വിട്ടുകൊടുക്കുന്നു. നമസ്കാരം. നമ്മുടെ സുഹൃത്തായ ജയരാജ് ഈ ചങ്ങാതിക്കൂട്ടത്തിന്റെ രൂപീകരണത്തിനെ കുറിച്ചും അതിനെടുത്ത ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട പ്രിയ ഗുരുക്കന്മാരെ, ഞാൻ എന്നിൽ അർപ്പണമായുള്ള ഒരു കടമ എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാവരുമായിട്ട് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. എന്നാലും ഇവിടെ ഈ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തില് മനോജ് എല്ലാവർക്കും കൂടി ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു SLC ബാച്ചിന്റെ കൂട്ടായ്മ സംഘടിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വയസ്സാം കാലത്ത് ഞാൻ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയാണ് ഞാനതിനെ കണ്ടത്. അതായത് അങ്ങനെ കാണുകയും അത് നമ്മള് നടക്കില്ല എന്നുള്ള ഒരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ പോകുന്ന സമയത്താണ് പിന്നെ അതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അയാൾക്ക് സുഖമില്ലാതെയായി. അയാൾ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഇടപെടാൻ പറ്റാതെ, അപ്പോഴാണ് ശശികുമാറും വീരാൻകുട്ടിയും ഒക്കെ ഇതിലേക്ക് സജീവമായി വരുന്നത്. അപ്പൊ പിന്നെ ഞാനും ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ശശിധരൻ സാറ്, അതുപോലെ തന്നെ വീട് മാഷ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതിന്റെ ഒരു നാളുവഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് സത്യത്തില് ഇതിനെ ഇത്രയും നല്ല രീതിയിൽ, അതായത് ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പഠിച്ച, അല്ലെങ്കിൽ ഇപ്പം IT യുഗത്തില് ആണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എന്ത് ഇൻഫർമേഷനും നമുക്ക് പരസ്പരം സെക്കൻഡുകൾ കൊണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലാത്തവരെയും നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നേരിട്ട് വിളിച്ച് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടാണെങ്കിൽ ഇത്രയും എങ്കിലുമൊക്കെ നമ്മൾ ഏകദേശം ഒരു 100 പേരിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 80 പേരാണ് സീറ്റിംഗ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത്. പിന്നെ ഇതിന്റെ ഫോർമേഷനെ കുറിച്ച് ഇനിയുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, നമ്മളെ ഓരോ സ്റ്റേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോരുത്തരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് വിളിക്കുകയും ഇങ്ങനെ പഠിച്ചിട്ടുള്ളവരാണെന്നും പലർക്കും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയമുള്ളവരുണ്ടായിരുന്നു. അതായത് 10ാം ക്ലാസ് എന്നൊരു ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുള്ള ആൾക്കാർ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ടീച്ചേഴ്സിനെ അറിയോ, എന്നെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയാം അറിയാം. അതായത് ഇവിടെ അടുത്ത ആൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം. മിക്കവാറും അധികം പേര് ഞാൻ വിളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ അതൊരു പ്രവർത്തനമായിരുന്നു. അത് മാത്രമല്ല, ഇവിടുത്തെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആശുപത്രി മുതലുള്ള എല്ലാവരും തന്നെ ഈ സംരംഭത്തിലെ പങ്കാളികളായിട്ടുണ്ട്. പരസ്പരം എല്ലാവരും വിളിക്കുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വിജയിക്കാൻ പറ്റിയത്. പിന്നെ ശശികുമാർ ആണ് പ്രധാനമായിട്ട് ഇതില് അധ്യാപകരെ ക്ഷണിക്കുന്നതിൽ. ശശി സാറിനോട് എത്തിയത് ശശികുമാറിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. കാരണം അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും, അതുപോലെ ഗീത ടീച്ചറെ കണ്ടു, പിന്നെ മഹിളാമണി ടീച്ചർ ഉണ്ടായിരുന്നു, മലയാളത്തിലെ ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചറെ കോണ്ടാക്ട് ചെയ്തു, തങ്കമൺ ടീച്ചറെ കോണ്ടാക്ട് ചെയ്തു. ഇതില് ചന്തുവേട്ടനോട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെ അന്ന് എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്, അന്നത്തെ കോയയായിരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്ന്
അപ്പൊ ഇനി നമുക്ക് ഇതില് ഈ നമ്മളെ പഠിച്ച കാലത്തുള്ള അധ്യാപകർ എന്റെ ഓർമ്മയ്ക്കനുസരിച്ചാണ് നമ്മളെ പഠിച്ചപ്പോ 8, 9, 10 കുറച്ച് ഭാഗങ്ങൾ രാധാമൺ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറായിട്ട് എക്സാമായിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഹിന്ദി ടീച്ചറെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹിന്ദി ടീച്ചറെ മനോഹർ ടീച്ചറെ കാണാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ടീച്ചറെ നന്നായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ടീച്ചറെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. കാരണം ഹിന്ദി പഠിപ്പിക്കുന്നതിലെ നുള്ളിട്ടിയവരൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ നുള്ള് ടീച്ചറാണെന്ന് പറഞ്ഞത്. ആ പേര് പോലും പലർക്കും ഓർമ്മയില്ല, പക്ഷെ നുള്ള് അവർ പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ടീച്ചേഴ്സിനെ എല്ലാം തന്നെ ഇതുപോലെ ഇനി നമുക്കൊരു രാധ ടീച്ചർ ഉണ്ടായിരുന്നു മാത്സ് എടുക്കുന്ന, അവർ ചേർത്തല ഭാഗത്തവിടെയാണ് വീട്. പിന്നെ എന്റെ ഓർമ്മയില് വരുന്ന പ്രഭാകരൻ മാഷ് ഉണ്ടായിരുന്നു, നമ്മളെ ഡ്രോയിങ്ങിന്റെ മാഷ്. ഡ്രോയിങ് പഠിപ്പിച്ചിരുന്ന പ്രഭാകരൻ മാഷുണ്ട്, വടക്കൻ ഭാഗത്തവിടെയാണ്. ഈ മാഷെ കുറിച്ചുള്ളതും പിന്നീട് അതിനൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഇതുപോലുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരാളിവിടെ ഉണ്ട്. നമ്മളെ അബ്ദുറഹ്മാൻ പാടൂർ സാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 8ാമത്തെ സംഗമത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി കാലം ഇവിടെ സർവീസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരൊന്നും അതിന് മുമ്പ് മറ്റു സ്കൂളുകളിലേക്ക് മാറിപ്പോവുകയും ട്രാൻസ്ഫർ ആയി പോയിട്ട് വേണുമാഷുണ്ട്. വേണുമാഷും ലാസ്റ്റ് ആയപ്പോഴേക്ക് സാറ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. അപ്പോ പിന്നെ ഒരു സരസ്വതി ടീച്ചർ ഉണ്ടായിരുന്നു, മാത്സ് എടുത്തിരുന്ന 8ാം ക്ലാസ്സിലോ 9ലോ ഉണ്ടായിരുന്നു. വാണിജ ടീച്ചറുണ്ട്. ഇവരൊക്കെ നമ്മള് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കൂടാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും 55 കഴിഞ്ഞ് മിക്കവാറും എല്ലാവർക്കും 55 വയസ്സിന് മുകളിലായി. അധ്യാപകർക്കും അതിനോട് 15 20 വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വയസ്സുള്ളവരും അല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ട്. ആയിഷ ടീച്ചറൊക്കെ പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആയിഷ ടീച്ചർക്ക് സംസാരിക്കുമ്പോൾ വളരെ ഉത്സാഹമാണ്, എങ്ങാണ് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, വളരെ കൃത്യമായിട്ട് എല്ലാവരും ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ നല്ല ടോക്കറ്റീവാണ്. ഞങ്ങൾ വീട്ടിൽ പോയി ക്ഷണിക്കുകയാണ് ചെയ്തത്. ആയിഷ ടീച്ചറെയും അതുപോലെ ശശിധരൻ സാറിനെ ഞങ്ങളാരും നേരിട്ട് പോയില്ല. ശശികുമാർ നേരിട്ട് വീട്ടിൽ ചെന്ന് കുടുംബസമേതം ക്ഷണിക്കുകയാണ് ചെയ്തിട്ടില്ലേ. അതില് സാറിന്റെ മകനും കൂടെ വന്നിരുന്നില്ല. മകന് ഞങ്ങള് പ്രത്യേകം നന്ദി പറയുകയാണ്, അതുപോലെ സ്വാഗതം ചെയ്യുകയും കൂടിയാണ്. അത് പറഞ്ഞ് വിട്ടുപോയിട്ടുള്ളതായിരിക്കും, കാരണം ബന്ധുക്കളായിട്ടുള്ളൊരു. പിന്നെ അതുപോലെ ഇവരുടെ മറ്റുള്ള അധ്യാപകരുടെ കൂടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോ ഇതാണ് ഇതിലെ അദ്രേമ സാറിന് നമ്മളിപ്പോ വീട്ടിൽ പോയി കണ്ടു. അതുപോലെ സലാമാഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തില് താമസം ഇവിടെയല്ല. സലാമാഷ് താമസിക്കുന്നത് എറണാകുളത്താണ്. ആദ്യം വണ്ടൂര് ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ വണ്ടൂരിന്ന് റിട്ടയറിന് ശേഷം അദ്ദേഹം നമ്മളെ പൂത്തിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വീട് മാത്രമേ ഉള്ളൂ എന്നുള്ള എൻ്റെ ഒരു അറിവ്. അല്ല സാറേ, അപ്പൊ അവിടെ താമസിക്കാനുള്ള യോഗം സാധനം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മക്കളെ കൂടെയാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം കൃത്യമായിട്ട് വരാമെന്ന് അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിലെടുത്തു പറയേണ്ട ശശീന്ദ്രനാണ്. ശശീന്ദ്രൻ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന ആളാണ്. ശശീന്ദ്രൻ അത് സ്കൂൾ നടത്തുന്നുണ്ട്. അയാളെ റൂമാണ് നമ്മുടെ തൽക്കാലമായിട്ട് ഓഫീസായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നാണ് ശശീന്ദ്രന്റെ റൂം. അയാളൊരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട്. ആ മ്യൂസിക് സ്കൂളിന്റെ ഉള്ളിലാണ് നമ്മള് കുറെ കാര്യങ്ങള് മീറ്റിംഗ് അവിടെ വെച്ച് നടന്നത്. കോർ കമ്മിറ്റി മീറ്റിംഗ് അവിടെ വെച്ച് നടന്നത്. പിന്നെ കൂടുതൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കുന്ന ആളുകളോട് നോക്കാത്തവരുണ്ട്. ചിലർക്കൊന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഇല്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്.
വാട്സപ്പ് ഉണ്ടായിട്ടും അത് കൃത്യമായി നോക്കാത്തവർ കുറെ പേരുണ്ട്. അത് മറ്റേ അവരെ സ്വന്തം ജോലി തിരക്കുകള്, ഈ പറഞ്ഞ പോലെയുള്ള പ്രായാധിക്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ സജീവമായി ലൈവായിട്ട് നിലനിർത്തുക എന്നുള്ളത് നമ്മളൊരു ആവശ്യമാണ്. അപ്പോൾ അധ്യാപകരുമായിട്ട് കോണ്ടാക്ട് നിലനിർത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ബാക്കി നമ്മളെ മിസ്സായിട്ടുള്ള ആളുകളെ, ഇതിലേക്ക് വരാൻ സമ്മതിക്കാൻ പറ്റാത്ത മറ്റ് അധ്യാപകരെ കൂടി സംഘടിപ്പിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ, പലരോട് പറയുമ്പോൾ പ്രശ്നമുണ്ടാകും. ശശി സാറിനൊക്കെ എന്തായാലും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഒന്നുകൂടെ സംഘടിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെ സാറ് 10-20 വർഷത്തിന് മുകളിലായ ശേഷമാണ് ഈ ഹൈസ്കൂളിന്റെ പടി സാറ് വീണ്ടും കയറി വരുന്നത്. അപ്പൊ അതൊക്കെ സത്യത്തിലൊരു അനുഭവ യോഗമാണ്, നമ്മളെ സംബന്ധിച്ചോളം അനുഭവ യോഗമാണിത്. അപ്പൊ ഇതില് ഇനി എല്ലാ കാര്യങ്ങളും വാട്സപ്പിലൂടെയാണ് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് കൃത്യമായി നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ വഴികളൊക്കെ എല്ലാവർക്കും ബോധ്യമാവും. അധ്യാപകർക്ക് വേണ്ടിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത്. ഇതിൽ കൂടുതൽ നീട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊന്നും സമയത്തിന് നടക്കില്ല. അപ്പോൾ അടുത്ത പരിപാടികളിൽ നമ്മളുടെ പ്രോഗ്രാം ഷെഡ്യൂൾഡ് ടൈമിനുള്ളിൽ തീർന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ക്ഷീണിതരാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഗുരുവന്യന്മാരായ അധ്യാപകരെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് ആദരിക്കാം. ആദ്യമായി മലയാളം അധ്യാപകനായ നമ്മുടെ വേണു മാസ്റ്റർ, അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അടുത്തത് ആയിഷ ടീച്ചർ. ഞങ്ങൾ പെൺകുട്ടികൾക്ക് എന്നും ഒരു വഴികാട്ടിയായിരുന്നു ആ ടീച്ചർ. ആദരിക്കുന്നത്, വന്നാട് അണിയിക്കുന്നത് മനോജ്, ശോഭന. ശോഭന കൈയടിക്കട്ടോ. ഉപഹാരം നൽകുന്നത് ജയരാജ്. ആദരിക്കുന്നത് സുലോചന, അമയു, ലത്തീഫ്, ചെങ്ങര. അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നത് കുഞ്ഞുകുട്ടൻ. മാഷ് 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. മൊമന്റോ നൽകുന്നത് ശശീന്ദ്രൻ.
പിന്നെ പ്രേമ വരാത്ത ഒരാളെ അടുത്തത് ആദരനായി ക്ഷണിക്കുന്നു ഈ സ്കൂളിലെ അസിസ്റ്റന്റ് എച്ച്എം ആയിഷ ടീച്ചർ. ഉപഹാരം നൽകുന്നത് അയ്യപ്പൻ പഠിപ്പിക്കൽ പൊന്നാട് നൽകുന്നത് നാരായണൻ ഇരുവേജി കല്യാണിക്കുട്ടി. ഉപഹാരം നൽകുന്നത് അയ്യപ്പൻ പഠിപ്പിക്കൽ. അടുത്തത് ചമ്പുവേട്ടനെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പൊന്നാട് അണിയിക്കുന്നത് ഖദീജ 12, രമേശ് ചെങ്ങര. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നത് പുഷ്പചന്ദ്രൻ. വളരെ സന്തോഷം. ഞാൻ 1979 സെപ്റ്റംബർ 13 ആയിരുന്നു ഇവിടെ ജനിച്ചുവന്നത്. ഈ നമ്മുടെ വൃദ്ധമാസത്തിൽ 81 എത്രയും കാര്യമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന കാലത്ത് രാധാമണി ടീച്ചർ ഒരു ടീച്ചർ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട് മാസത്തിൽ അറബി ടീച്ചർ എല്ലാവരും ഉണ്ടായിരുന്നു. വേറെല്ലാവരും എനിക്കിപ്പോൾ നല്ലൊരു പരിചയമില്ല. സ്കൂളിലേക്കുള്ള ഈ സ്നേഹ സമ്മാനത്തിന് എൻ്റെ ഭാരവാഹികളോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ഇത് ഹെഡ് മാസ്റ്ററെ എത്തിക്കുകയും സ്കൂളിലെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായി തന്നെ ഇത് ചെലവഴിക്കുമെന്നും അറിയിക്കുന്നു. ചെങ്ങാതിക്കൂടത്തെ എല്ലാവരും ഇവിടെ വന്ന് നമ്മുടെ ഓർമ്മകൾ ഒന്ന് പുതുക്കുക. പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ പരിചയമുള്ളവരാണ് അതിന് തന്നെ. ഒന്നും കൂടെ നമ്മുടെ ഓർമ്മകൾ പുതുക്കുക, പരിചയം ഒന്ന് പുതുക്കുക. അത് ഇങ്ങോട്ട് കയറി വരാൻ കഴിയുന്നവർ ഇങ്ങോട്ട് കയറി വരിക, അല്ലാത്തവർ ജയരാജോടെ മാറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞാലും മതി. അപ്പോ ഓരോരുത്തരും മാക്സിമം 2 മിനിറ്റാണ്, 1 മിനിറ്റ് കൊണ്ട് തീർക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാവണം. ആരും കൂടുതൽ ടൈം എടുക്കാതെ സഹകരിക്കണം, എല്ലാവരും പങ്കെടുത്ത് സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നമ്മുടെ അവർക്ക് കൊടുക്കുക. പെട്ടെന്ന് 1-2 മിനിറ്റ് പേജുകളുടെ പരിചയപ്പെടാം. ഓർമ്മകളിൽ മഴ പെയ്ത് കാവനൂർ GHSS അങ്കണം. ഓർമ്മകളുടെ പെരുമഴക്കാലം സമ്മാനിച്ച് എളയൂരിൽ ചങ്ങാതിക്കൂട്ടം സഹപാഠികൾ ഒരുമിച്ച് കൂടി. 1980 മുതൽ 83 വരെ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളുടെ മലവെള്ളപ്പാച്ചിലായി സംഗമം മാറി. ഏറനാടൻ നാട്ടുവാർത്ത. നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും.
കാവനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വേറിട്ടൊരു സംഗമത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. കാവനൂർ GHSSലെ 1980-83 ബാച്ചിലെ സുഹൃത്തുക്കളും സഹപാഠികളും ഗുരുനാഥന്മാരുമാണ് നിധി പോലെ സൂക്ഷിച്ച സ്കൂൾ ഓർമ്മകളുടെ ഗൃഹാതുരതയിൽ വീണ്ടും ഒത്തുചേർന്നത്. ഓർമ്മകളുടെ കടലിരമ്പത്തിൽ 40 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പഴയ 10ാം ക്ലാസ്സുകാർ വീണ്ടും ഒത്തുചേർന്നത്. കാവനൂർ HSS എളയൂരിലെ 1980-83 ബാച്ചാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. സുഹൃത്തുക്കൾ ഒരുമിച്ചുകൂടി പരസ്പരം ആശ്ലേഷിച്ചും ഗുരുവര്യന്മാരെ പൊന്നാട അണിയിച്ചും 83-ലെ കാവനൂർ GHSS സ്കൂളിലെ 10ാം ക്ലാസ് സൗഹൃദം ഒരു ദിനം സാർത്ഥകമാക്കി.